നമസ്കാരം, നന്ദനം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്കറിയാവുന്നതാണ് കർക്കിടക മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊന്നായിട്ടുള്ള കർക്കിടക വാവാണ്. അപ്പോൾ എല്ലാവരും ബലിതർപ്പണമൊക്കെ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കറിയാലോ, ആ ടൈം ഉച്ചവരെ നമുക്ക് സമയമുണ്ട്, അതിനുള്ളിൽ നമുക്ക് ബലിതർപ്പണം നടത്താം. അപ്പോൾ ഈ വിശേഷ ദിവസമായി ഇന്ന് രാത്രിയിൽ നമ്മൾ ഹൈന്ദവ വിശ്വാസപ്രകാരം മറ്റൊരു അപൂർവ സംഭവം കൂടി നടക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ മഹാസൂര്യഗ്രഹണമാണ്. ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം ഗ്രഹണ സമയം എന്ന് പറയുന്നത് പൊതുവെ അനർത്ഥങ്ങളുടെയും ദോഷങ്ങളുടെയൊക്കെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ രാത്രി ഗ്രഹണ സമയത്ത് നാം അറിഞ്ഞോ അറിയാതെയോ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇന്നത്തെ ദിവസം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. കർക്കിടക മാസത്തിൽ അമാവാസി, അതായത് കർക്കിടക വാവ് ദിവസത്തോടൊപ്പം സൂര്യഗ്രഹണം കൂടി ഒത്തുവരുന്ന ഒരു അപൂർവ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ കർക്കിടകത്തിലെ സൂര്യഗ്രഹണം എന്ന് വിളിക്കുന്നത്. ജ്യോതിശാസ്ത്രപരമായും ഹൈന്ദവ ആചാരപ്രകാരവും ഇതിന് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ജ്യോതിഷശാസ്ത്രപ്രകാരം കാരണം സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ കൃത്യമായി ഒരു നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുകയും സൂര്യൻ ഭാഗികമായ പൂർണ്ണമായോ മറയ്ക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് സൂര്യഗ്രഹണം. കർക്കിടക മാസത്തിലെ അമാവാസി, അതായത് വാവ് ദിവസം, ഈ നാളിൽ ഇത് സംഭവിക്കുമ്പോൾ അതിനെ നമ്മളെല്ലാവരും കർക്കിടക വാവ് സൂര്യഗ്രഹണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പിതൃതർപ്പണം നമുക്കറിയാമല്ലോ. കർക്കിടവാവ് എന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം അന്തരിച്ച പ്രതികൾക്ക് ബലിയിടാനും പ്രാർത്ഥിക്കാനും ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണെന്ന്. അപ്പോൾ അതായത് പരമ്പരാഗത വിശ്വാസം അനുസരിച്ച് ഗ്രഹണ സമയം എന്നത് അനർത്ഥ സമയമായിട്ട് അഥവാ നെഗറ്റീവ് ഊർജ്ജം കൂടുതലുള്ള സമയമായിട്ട് കണക്കാക്കപ്പെടുന്നു. വിശേഷ ആചാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ കർക്കിടക വാവും സൂര്യഗ്രഹണവും ഒന്നിച്ചു വരുമ്പോൾ പൂജാമുറിയിൽ നിന്ന് അടച്ചിടാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് സന്ധ്യാസമയത്തൊന്നും നമ്മളെ പൂജാമുറി അടച്ചിടരുത്. ഗ്രഹണ സമയത്ത് ആഹാരം പാചകം ചെയ്യുകയോ കഴിക്കുകയോ ചെയ്യാതിരിക്കുക. മന്ത്രജപങ്ങൾ നടത്തുന്നത് അങ്ങനെ തുടങ്ങിയ പ്രത്യേക ആചാരങ്ങൾ ആളുകൾ പാലിക്കാറുണ്ട് ഈ ദിവസങ്ങളിൽ. പിന്നെ നഗ്നനേത്രങ്ങളായിട്ട് കാണരുതെന്ന് പറയാറുണ്ട്. അതായത് സൂര്യഗ്രഹണം ഒരിക്കലും നേരിട്ട് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പാടില്ല. ഇത് കാഴ്ചശക്തിക്ക് ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ വരുത്തും. അപ്പോൾ വൈകുന്നേരം നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. വൈകുന്നേര സമയം ഭക്തിപരമായിട്ടുള്ള വിശ്വസിക്കുന്നവർ ഗ്രഹണ സമയത്ത് ഓം നമഃ ശിവായ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലാറുണ്ട്. അത് വിശ്വാസമുള്ളവർ ചെയ്യുക. ആ ജപിക്കുന്നത് വലിയ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഈ സമയത്ത് നല്ലതാണ്. അതുപോലെ തന്നെ ഇന്ന് ബലിതർപ്പണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാലോ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു ബലിതർപ്പണം ഏത് സമയം വരെയാണെന്ന്. അപ്പോൾ തർപ്പണം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് കുളിക്കാതെ വീട്ടിനുള്ളിൽ കയറാൻ പാടില്ല. ബലിതർപ്പണം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയാൽ വസ്ത്രത്തോടെ കുളിച്ച് അഥവാ കാൽ കഴുകി വസ്ത്രം മാറി ശുദ്ധമായി മാത്രമേ വീടിനുള്ളിൽ കയറാമുള്ളൂ. പറ്റുമെങ്കിൽ കൈയും മുഖം നല്ല രീതിയിൽ വൃത്തിയായിട്ട് വീട്ടിലോട്ട് കയറുക. പിന്നെ അന്നേ ദിവസം ചിലവർ ബലിയായിട്ടൊക്കെ വന്നതിന് ശേഷം എന്താ പറയുക, കഴിഞ്ഞല്ലോ ഒരിക്കലൊക്കെ എടുത്തു, നമ്മൾ നല്ല പച്ചക്കറിയൊക്കെ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കാൻ നോക്കും. അപ്പോൾ അത് ഒരിക്കലും ബലിയിടുന്ന ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസമൊക്കെ നമ്മൾ ഉച്ച കഴിഞ്ഞാണെങ്കിലും സസ്യബുക്കായിരിക്കണം. അമിത ഭക്ഷണം അങ്ങനെയുള്ള വെളുത്തുള്ളി സവാള ഒന്നും ഇന്നത്തെ ദിവസം കഴിക്കാതെ ഇരിക്കുക. പിന്നെ ഇന്നത്തെ ദിവസം തന്നെ ബലിതർപ്പണമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തും പകൽ ഉറങ്ങാൻ പാടില്ല കേട്ടോ. ബലിതർപ്പണം നടത്തുന്ന ദിവസം പകൽ സമയം ഉറങ്ങാൻ പാടില്ലെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് ഉച്ച കഴിഞ്ഞ് നമുക്ക് ഉറങ്ങാൻ പാടില്ല എന്നത്തോളം വ്രതശുദ്ധി കുറയുമെന്നാണ് വിശ്വാസം. പിന്നെ അന്നത്തെ ദിവസം നമുക്ക് മദ്യപാനം, വ്രതദിവസം ആയതിനാൽ യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ ബലിയിട്ട് കഴിഞ്ഞെന്ന് വിചാരിച്ച് അതൊന്നും ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ഇന്ന് ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു വ്രതശുദ്ധി വേണം. അതായത് നമ്മൾ എണ്ണ തേച്ച് കുളിയും അതുപോലെ തലമുടി വെട്ടുക, നഖം വെട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്നത്തെ ഒരു ദിവസം ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ ദേഷ്യപ്പെടുകയോ വഴക്കിടാനൊന്നും പാടില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കണം ഇന്നത്തെ ദിവസം. ആരെങ്കിലും ശപിക്കാനോ വഴക്കിടാനോ കള്ളം പറയാനോ തർക്കങ്ങളിൽ ഏർപ്പെടാനൊന്നും ഇന്നത്തെ ദിവസം ചെയ്യരുത്. പിന്നെ അതുപോലെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സന്ധ്യയ്ക്ക് മുൻപ് ദാനധർമ്മങ്ങൾ തടയുന്നത്. വീട്ടിൽ വരുന്നവരെ അപമാനിക്കാനോ തിരികെ അയക്കാനോ പാടില്ല. അവർക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഇന്ന് രാത്രി ഗ്രഹണ സമയം ഉള്ളതിനാൽ രാത്രി 9:04 മുൻപായി നമ്മൾ അത്താഴം കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ഗ്രഹണ സമയവും ഇന്നത്തെ എപ്പോഴാണ് കൃത്യമായിട്ട് നോക്കേണ്ടതും ഏതൊക്കെ നക്ഷത്രക്കാരാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറയാം. ഗ്രഹണം ആരംഭിക്കുന്നത് ഇന്ന് രാത്രി 9:04 കേട്ടോ. ഗ്രഹണം ആരംഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും ദോഷകരമായുള്ള സമയം രാത്രി 9:04 മുതൽ പുലർച്ചെ 1:27 വരെയാണ്. ഗ്രഹണത്തിൻ്റെ ഏറ്റവും മുതനാവസ്ഥ അഥവാ ദോഷകരമായ സമയമാണ് ഗ്രഹണം അവസാനിക്കുന്നത്. വെളുപ്പിന് 4:25 ഗ്രഹണം പൂർണ്ണമായിട്ട് അവസാനിക്കും. ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഗ്രഹണം ചില നാളുകൾക്ക് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ചില നാളുകളാണ് അവിട്ടം, ഉത്രാടം, മകയിരം, തിരുവാതിര, ചിത്തിര, ആയില്യം, തൃക്കേട്ട, തിരുവോണം, പൂരട്ടാതി, പൂരാട,
ഉത്രാട എന്നീ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി വൈകിയുള്ള യാത്രകളും പുറത്തിറങ്ങുന്നതും പരമാവധി യാത്രകളൊക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ നമുക്ക് നാളെ സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, നമ്മൾ നാളൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉള്ള സമയമൊക്കെ ആണെങ്കിൽ ഈ ഒരു രാത്രി 9 മണിക്ക് മുൻപായിട്ട് തന്നെ വീട്ടിലെത്താൻ ശ്രദ്ധിക്കുക. ഇനി യാത്ര ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഭസ്മമോ പ്രസാദമോ ഒക്കെ നമുക്കത് കയ്യിൽ സൂക്ഷിക്കുക. അതുപോലെ ശിവസ്തോത്രങ്ങളും ശിവമന്ത്രങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. അന്നത്തെ ദിവസം നമുക്ക് പറ്റുന്ന രീതിയിൽ പ്രാർത്ഥന ഈ സമയത്ത് അത്യാവശ്യമാണ്. ഇന്ന് രാത്രി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം. നമ്മുടെ പൂജാമുറിയും വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മറയ്ക്കണം. അതായത് ഇന്ന് രാത്രി 9:04 മുൻപായിട്ട് വീട്ടിലെ പൂജാമുറിയുടെ വാതിൽ അടയ്ക്കുക. പൂജാമുറി ഇല്ലാത്തവർ വിഗ്രഹങ്ങളും ചിത്രങ്ങളും നിലവിളക്കൊക്കെ വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് മറച്ച് വയ്ക്കുക. സന്ധ്യയ്ക്ക് കത്തിച്ച വിളക്ക് 8 മണിയോടെ അടച്ച ശേഷം വിഗ്രഹങ്ങളൊക്കെ മറയ്ക്കേണ്ടതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഗ്രഹണ സമയത്ത് ആഹാരം പാചകം ചെയ്യാനോ ഭക്ഷണം കഴിക്കാനൊന്നും പാടില്ല. രാത്രി 8:30 തന്നെ നമ്മൾ അത്താഴം കഴിച്ച് നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി 9:04 മുൻപായിട്ട് പാത്രങ്ങളൊക്കെ മാറ്റി വെച്ച് വൃത്തിയായിട്ട് ഇരിക്കുക. പിന്നെ ഇന്ന് രാത്രി ഗ്രഹണ സമയത്ത് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കരുത്. പിന്നെ പരീക്ഷാ ഫോം പൂരിപ്പിക്കുക, പിന്നെ നമ്മൾ യാത്ര, വിവാഹ കാര്യങ്ങളോ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശുഭകാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഗ്രഹണ സമയത്ത് പണമോ സ്വർണമോ പരസ്പരം കൈമാറുന്നത് ദോഷമാണ്. ഇന്ന് ധനനഷ്ടത്തിനും വിചാരിച്ച കാര്യങ്ങൾ തടസ്സപ്പെടുന്നതിനൊക്കെ കാരണമാകും. രാത്രി തുളസി നുള്ളാനോ തുളസിക്ക് വെള്ളം ഒഴിക്കാനോ നിലവിളക്കിലെ തീർത്ഥം തുളസിത്തറയിൽ ഒഴിക്കാനോ പൂജാമുറി റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഗ്രഹണ സമയത്ത് കുട്ടികളോട് ദേഷ്യപ്പെടാനോ അടിക്കുകയോ അല്ലെങ്കിൽ വീട്ടുകാരോട് മുതിർന്നവരോട് ബഹളം ഉണ്ടാക്കാനോ വീട്ടിൽ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ബഹളവും വഴക്കൊക്കെ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ സംസാരങ്ങൾ ശ്രദ്ധ പുലർത്താൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ സമയത്ത് സന്ധ്യയാവുമ്പോൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഗ്രഹണ സമയം കഴിയുന്നത് വരെ പുറത്തിറങ്ങാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ അത്യാവശ്യം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്രഹണ സമയത്ത് ഭയപ്പെടേണ്ടതില്ല. ഈ സമയത്ത് ശാന്തമായി കിടന്നുറങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. കഴിയുന്നത്ര സമയം മനസ്സിൽ ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുന്നത് എല്ലാവിധ ദോഷങ്ങളൊക്കെ അകറ്റാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ബലിയിട്ട് ബലിതർപ്പണം ചെയ്തവർ വീട്ടിൽ ബലിയിട്ടവരാണെങ്കിലും അമ്പലത്തിൽ ബലിയിട്ടവരാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുപോലെ തന്നെ ബലിതർപ്പണം കഴിഞ്ഞാൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. നമ്മളിപ്പോൾ ബലിയിടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമെങ്കിലും ഹൈന്ദവ വിശ്വാസപ്രകാരം പിതൃക്കളുടെ പ്രതിനിധിയാണ് കാക്കയെ കണക്കാക്കുന്നത്. അപ്പോൾ അതിനാൽ ബലിയിട്ട ശേഷം കാക്കയ്ക്ക് നൽകുന്ന അന്നം പിതൃക്കൾ നേരിട്ട് ലഭിക്കുമെന്നാണ് സങ്കല്പം. കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ശുദ്ധിയോടെ നൽകുക. അതായത് നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം ബലിയിട്ട ചോറോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു സദ്യ പോലെയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആ ഭക്ഷണം എന്തെങ്കിലും നമ്മൾ കാക്കയ്ക്ക് കൊടുക്കണം. സസ്യഭക്ഷണത്തിൽ നിന്നുള്ള ഒരു അല്പം ചോറോ എടുത്ത് വേണം നൽകാനായിട്ട്. അതായത് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന പപ്പടം, പഴം, ചോറ്, അവിയൽ, സാമ്പാർ എല്ലാം കുഴച്ച് കാക്കേനെ കൊടുക്കാം. ആ ഉച്ച സമയത്തൊക്കെ നമുക്ക് വീട്ടിലൊക്കെ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ടൊക്കെ തിരിഞ്ഞു നിന്ന് ഇലയിലോ തറയിലോ വൃത്തിയുള്ള സ്ഥലത്തോ ഭക്ഷണം വെച്ച് കൊടുക്കണം. ഭക്ഷണം വെച്ച ശേഷം കൈകൂപ്പി പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. സാധാരണയായിട്ട് രാവിലെ ബലിതർപ്പണം കഴിഞ്ഞ ഉടൻ തന്നെയാണ് കാക്കയ്ക്ക് ഭക്ഷണം നൽകാറുണ്ട്. പക്ഷേ നമുക്ക് ഉച്ചയ്ക്കാണെങ്കിലും നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ഗ്രഹണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഭക്ഷണ കാര്യങ്ങളൊക്കെ വൈകുന്നേരത്തെ പൂർത്തിയാകാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി സൂര്യഗ്രഹണം ഉള്ളത് കൊണ്ട് തന്നെ സന്ധ്യാസമയത്ത് പ്രത്യേക പൂജകളോ വലിയ ആരാധനകളോ ഒന്നും ചെയ്യേണ്ടതില്ല. സാധാരണ സന്ധ്യാസമയത്തെ ആചാരങ്ങളിൽ ചില പ്രധാന മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട്. സന്ധ്യയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിലവിളക്ക് നേരത്തെ കൊളുത്തുക, എന്നിട്ട് നേരത്തെ അണയ്ക്കാൻ നോക്കുക. സന്ധ്യാസമയത്ത് സാധാരണ പോലെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി 9:04 ഗ്രഹണം ആരംഭിക്കുന്നത്. അതിനാൽ 7:30 8 മണിക്കും ഉള്ളിൽ തന്നെ നമുക്ക് നിലവിളക്ക് അണയ്ക്കാം. പിന്നെ അതുപോലെ വിളക്ക് അണച്ച ശേഷം രാത്രി 9:04 മുൻപായിട്ട് പൂജാമുറിയുടെ വാതിൽ അടച്ചിടുക. പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിലുള്ള വിഗ്രഹങ്ങളും ഭഗവാന്റെ ഫോട്ടോസൊക്കെ ജസ്റ്റ് ഒന്ന് മറച്ച് നല്ല തുണി ഉപയോഗിച്ച് ഒന്ന് മറച്ച് വെക്കുക. ഗ്രഹണ സമയത്ത് പൂജയോ വഴിപാടോ ഒന്നും ചെയ്യാൻ പാടില്ല. രാത്രി 9:04 മുതൽ പുലർച്ചെ ആ ഒരു സമയം വരെ ഗ്രഹണ സമയത്തിനാൽ ആ സമയത്ത് ഗ്രഹങ്ങളെ തൊടാനോ പൂജകൾ ചെയ്യാനൊന്നും പാടില്ല. പൂജകൾക്ക് പകരം ഗ്രഹണ സമയത്ത് രാത്രി 9:04 ശേഷം മനസ്സ് ശാന്തമായിരുന്നു ഓം നമഃ ശിവായ എന്ന് 108 പ്രാവശ്യം ശിവസ്തോത്രങ്ങളൊക്കെ ജപിക്കുന്നത് എല്ലാവിധ ദോഷങ്ങളൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ്. ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ദോഷപരിഹാര പ്രാർത്ഥനയാണ്. ഇന്ന് രാത്രി നടക്കുന്ന ഈ സൂര്യഗ്രഹണ സമയത്ത് എല്ലാവരും വീടുകളിൽ ശാന്തമായിട്ടിരുന്ന് ഓം നമഃ ശിവായ മന്ത്രം ജപിച്ച് സർവ്വദോഷങ്ങളും അകറ്റാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കാനും നമ്മുടെ നന്ദന എന്ന ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഭഗവാന്റെ സർവ്വവിധ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിനുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.